ഇനി ഏതൊക്കെ സ്ഥലങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കേണ്ടത്? എസ്പെഷ്യലി ഒരാളെ പെപ്ഫോർട്ട് നിങ്ങൾ എന്തായാലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ്. രാവിലെ തന്നെ നിങ്ങൾ ട്രക്കിങ്ങിന് ഇറങ്ങുകയാണെങ്കിൽ അടിപൊളിയാണ് പെപ്ഫോർട്ട്. പിന്നെ എക്കോ പോയിന്റ് വരുന്നുണ്ട്, പനോരമ പോയിന്റ് വരുന്നുണ്ട്, ലൂയിസ് ലേക്ക് വരുന്നുണ്ട്, സൺസെറ്റ് പോയിന്റ് വരുന്നുണ്ട്, ഒരുപാട് വ്യൂ പോയിന്റ്സ് വരുന്നുണ്ട്. മാത്തേരന്റെ ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും, മാത്തേര ഏത് ഭാഗത്ത് നടന്നു കഴിഞ്ഞാലും ഒരുപാട് വ്യൂ പോയിന്റ്സ് കാണാൻ പറ്റും. അവിടെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും, ഒരുപാട് വാട്ടർഫാൾസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സമയം പോലെ നിങ്ങൾക്ക് എത്രത്തോളം വാക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം ട്രക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ മാത്തേരനെ അടിപൊളിയായിട്ട് കാണാം. മാത്തേരന്റെ പ്ലാൻ നിങ്ങൾ ഒരിക്കലും കേൾക്കാത്ത ഒരു സ്ഥലമാണ് ടിയാച്ചി പാട്ടി വില്ലേജ് എന്നുള്ളത്. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്. അവിടേക്കുള്ള ട്രക്കിംഗ് ആയാലും അവിടേക്കുള്ള റൂട്ടായി കഴിഞ്ഞാലും അവിടുത്തെ മനുഷ്യരേക്ക് അടിപൊളിയാണ്. നിങ്ങൾ പോകുകയാണെങ്കിൽ ഹഷിയാച്ചി പാട്ടി വില്ലേജ് എന്നാൽ നിങ്ങൾ പോകണം. മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പോയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഹഷിയാച്ചി പാട്ടി വില്ലേജ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകളുടെ നമ്മളോടുള്ള പെരുമാറ്റവും അവിടേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന ആ ട്രക്കിംഗ് പോയിന്റ് ഒക്കെ അതിമനോഹരമാണ്. അപ്പൊ നിങ്ങൾ പോവുകയാണെങ്കിൽ ഹഷിയാച്ചി പാട്ടി വില്ലേജ് നിങ്ങൾ എന്തായാലും ചൂസ് ചെയ്യുക. പിന്നെ മാത്തരി ഹിൽ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അധികം നമുക്ക് പോകാൻ പറ്റുക വാക്കിംഗ്, നമ്മൾ നടന്നിട്ടാണ് എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണാൻ വേണ്ടി പോകുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നോൺ വെഹിക്കിൾ പ്ലേസ് ആണ്, അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ വാക്ക് ചെയ്തിട്ട് പോകുക. അത് ബജറ്റ് കുറക്കാനും പറ്റും, അത് വളരെ ഒരു വേറെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിക്ഷാസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഹോയ്സ് റൈഡ് അവൈലബിൾ ആണ്. പല റേറ്റുകളാണ് നിങ്ങൾ പറയാ, നിങ്ങൾ ബാർഗെയിൻ ചെയ്യുക, അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഇതാണ് മാത്തേരനെ കുറിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ബെസ്റ്റ് ടൈം നിങ്ങൾ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ട്രെയിനാണോ ഫ്ലൈറ്റ് ആണോ നിങ്ങൾ നോക്കുക. പിന്നെ മുംബൈയിൽ നിന്ന് ഒരാളിലേക്കുള്ള ലോക്കൽ ട്രെയിന്, ഒരാളിൽ നിന്ന് മാത്തേരേക്ക് ഷെയർ ടാക്സിയോ ടോയ് ട്രെയിനോ, പിന്നെ സ്റ്റേ ഫുഡും കാര്യങ്ങളും. അതുപോലെ തന്നെ ടെൻഷൻ ആവാൻ മാത്രം ഒരുപാട് ഹോം സ്റ്റേകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്റ്റേകളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടെൻ്റ് അടിക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് വിസിറ്റിംഗ് പ്ലേസസ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ മാത്തേരന്റെ മാപ്പ് എടുത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് ഒരു മാത്തേരൻ ഡീറ്റെയിൽസ് വരുന്നത്. നിങ്ങൾക്ക് വീക്കെൻഡിൽ പോയി വരാൻ പറ്റുന്ന ഒരു പ്ലാനും അതുപോലെ നോർമൽ ഡേയ്സിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു പ്ലാനും ഞാൻ പറഞ്ഞുതരാം. കേരള ടു കേരള പ്ലാനാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാം.